ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിച്ച് ഉത്സാഹത്തോടെ ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർ, പല ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് തുടക്കത്തിൽ നന്നായിരുന്നു, ഒന്ന് കുറഞ്ഞു, പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറയുന്നില്ല. ഇതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസണുണ്ട്. ആ റീസൺ പറയുന്ന പേര് അല്ലെങ്കിൽ അതിൻ്റെ കാരണം മെറ്റബോളിക് അഡാപ്റ്റേഷനാണ്. നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന ഊർജ്ജത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശരീരത്തിൻ്റെ കാൽക്കുലേഷനിൽ ശരീരം പെട്ടെന്ന് റീവർക്ക് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഒരുപക്ഷെ നിങ്ങളുടെ ഉത്സാഹം കൂടിപ്പോയത് കൊണ്ടാവാം. അതായത് നിങ്ങൾ ടു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്ററി അപ്രോച്ച് എടുത്തുകൊണ്ടായിരിക്കാം. ശരീരത്തിൽ കടന്നു വരുന്ന കാലറിയുടെ അളവ് നന്നായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ശരീരം അതിനെ കൂടുതലും കാണുന്ന ഒരു ത്രെട്ടായിട്ടാണ്. ശരീരം എന്തു ചെയ്യും? ശരീരം കാലറി എക്സ്പെൻഡിച്ചറിനെ റെഗുലേറ്റ് ചെയ്യുകയും ശരീരഭാരം കുറയുന്നതിന് ശരീരം തന്നെ തടസ്സം നിൽക്കുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്ന വ്യായാമത്തിലുള്ള ചില സാങ്കേതികമായ പിഴവുകളാണ്. വ്യായാമം ചെയ്യാൻ മാത്രം പോരാ, വ്യായാമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള പ്രോഗ്രസീവ് ഓവർലോഡിങ്, അതായത് നമ്മൾ ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളിൽ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ലോഡ് കൂട്ടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന റെസിസ്റ്റൻസിനെ കൂട്ടിയെടുക്കുക എന്നുള്ള കാര്യം ചെയ്യാതെ വരുമ്പോഴും മെറ്റബോളിക് അഡാപ്റ്റേഷൻ ഉണ്ടാവാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പലപ്പോഴും കാണാറുള്ളത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ആവശ്യത്തിലുള്ള പ്രോട്ടീൻ്റെ അഭാവമാണ്. പലപ്പോഴും പ്രോട്ടീനുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ കാൽക്കുലേഷൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടോ പല ആൾക്കാരും, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലപ്പോഴും അവരുടെ പ്രോട്ടീൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറില്ല. ഒരു 1.6 to 2.2 ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള ശാസ്ത്രീയ കണക്കിൻ്റെ അടുത്തൊന്നും എത്താത്ത രീതിയിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക്. അതൊരു പ്രധാനപ്പെട്ട കാരണമാകും. മെറ്റബോളിക് അഡാപ്റ്റേഷൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട നമുക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റ് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, വേണ്ടത്ര ഉറക്കമില്ലാതിരിക്കുക. ഉറക്കം നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തിനെ മൊത്തം ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതുപോലെ നമ്മുടെ മെറ്റബോളിസത്തെ ദുർബലപ്പെടുത്തുന്ന മറ്റൊരു ഘടകമാണ് അമിതമായ സമ്മർദ്ദം. സമ്മർദ്ദവും ഉറക്കവും നിങ്ങളുടേത് അപര്യാപ്തമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ സമ്മർദ്ദം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ മെറ്റബോളിക് അഡാപ്റ്റേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രോബ്ലം ആയേക്കാം. പലപ്പോഴും മിസ്സാവുന്നൊരു കാര്യം, എക്സസൈസും ഡയറ്റൊക്കെ ഓക്കെയാണ്, പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ പലപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്നൊരു ജോലിയിലാണ് എന്നുണ്ടെങ്കിൽ എക്സസൈസ് അല്ലാതെ വരുന്ന മൂവ്മെൻറ്റുകൾ വളരെ കുറവാണ്. അതായത് നീറ്റ് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ് എന്ന് പറയുന്നത്, അത് ഒരു ദിവസം എത്ര സ്റ്റെപ്പ് നടക്കുന്നു, നിങ്ങൾ സ്റ്റെയർ കയറുന്നുണ്ടോ, നിങ്ങൾ ദീർഘസമയത്ത് ഇരിക്കുന്നതിന് പകരം കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള മൊബൈലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ പാറ്റേണുകളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മെറ്റബോളിക് അഡാപ്റ്റേഷൻ നമുക്ക് മറികടക്കാൻ സാധിക്കും.